ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ചെയ്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു ചട്ടിച്ചോറായിരുന്നു. അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ചട്ടിച്ചോറ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. വെജിലോ നോൺ വെജിലോ മിക്സ്ഡ് ആയിട്ടോ നമ്മുടെ ഇഷ്ടം പോലെ അതെങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചട്ടിച്ചോറ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അങ്ങനെ ചട്ടിച്ചോറിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ചട്ടി ഞാൻ തപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് തലേ ദിവസത്തെ നല്ല അടിപൊളി ചെമ്മീനും മാങ്ങയുടെയും കറിയായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ചോറ് ആദ്യം ഇട്ട് കൊടുക്കും. നല്ല ചൂട് ചോറ് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയിട്ട് ഇതൊന്ന് തട്ടി വെച്ച ശേഷം വീണ്ടും ചോറിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ മീൻകറി ഉള്ള കാരണം ഞാൻ അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവിയോ ബീഫിൻ്റെ ഗ്രേവിയോ അങ്ങനെ എന്ത് ഗ്രേവി ആണെങ്കിലും താഴെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ചോറിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നല്ല ചോറ് കുറച്ചുകൂടി ഇട്ടിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ കറികളൊക്കെ നിരത്തുന്നത്. അപ്പോൾ ആവശ്യത്തിന് ചോറൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കറികൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കുറുകിയ മോര് കറിയാണ്. അപ്പോൾ അത് 2 തവി ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ അന്ന് ഞാൻ ഉണ്ടാക്കിയത് പയറ് തോരനും അതുപോലെ ചീരത്തോരനും ആയിരുന്നു. തോരനും ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുത്തു. മോര് കറി കാണണം, അത് കാരണം ഞാൻ സൈഡിലാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. പിന്നെ വെച്ച് കൊടുത്തത് ഒരു ഓംലെറ്റ്. അതിപ്പോൾ ചട്ടിച്ചോറിനായാലും പൊതിച്ചോറിനായാലും ഇപ്പം എല്ലാവരും ഓംലെറ്റ് ഇല്ലാതെ ഒരു ചട്ടിച്ചോറും പൊതിച്ചോറും ഇല്ല. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഓംലെറ്റ് വെച്ച് കൊടുത്തിട്ട് നല്ല ഇഞ്ചി വെച്ച് അരച്ച പുളിയുള്ള നല്ല തേങ്ങാ ചമ്മന്തിയും പേരിന് കുറച്ച് അച്ചാർ വേണമെന്നൊന്നുമില്ല. ഇത്രയും കറികളുള്ളപ്പോൾ അച്ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇരിക്കട്ടെ ഒരു ഭംഗിക്ക്. പിന്നെ ഇതിൽ സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത നെയ്മീനാണ്. കരിമീനൊക്കെ പൊള്ളിച്ചെടുക്കുന്ന പോലെ തന്നെ സെയിം ഇതിൽ തന്നെയാണ് ഇതും പൊള്ളിച്ചെടുത്തത്. പക്ഷേ ഏതൊരു മീനേലും ടേസ്റ്റ് നെയ്മീൻ പൊള്ളിച്ചെടുത്തതിലാട്ടോ. സത്യം ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും. ഇപ്പോൾ ചട്ടിച്ചോറ് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഇതുപോലെ നെയ്മീനൊന്ന് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കോളാം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതും ഇതുപോലെ സൈഡിലൊന്ന് വെച്ച് കൊടുത്തു. ഇനി മിസ്സിങ് ഒരു പപ്പടം. ഇനി ആ ഒരു പപ്പടം കൂടി വെച്ചിട്ട് നമുക്ക് ചട്ടിച്ചോറ് അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കഴിക്കണമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നല്ല ചൂടാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് ഒരാൾക്ക് തന്നെ ഇത്രയും ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 2-3 പേർക്കും കൂടി ഇത് ഫുൾ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പിന് അമ്മു ഉണ്ട്. അപ്പോൾ ഞാനും അമ്മും കൂടിയിട്ടാണ് ഈ ചട്ടിച്ചോറ് കഴിക്കാൻ പോണത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് തന്നെ കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം. കഴിക്കണതിന് മുമ്പ് ആ വാഴ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് എല്ലാം കൂടിയും ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കഴിക്കാതെ ഇട്ട എല്ലാ കറികളുടെ ടേസ്റ്റും ആ ഒരു വായിൽ നമുക്ക് കിട്ടണം, ഫസ്റ്റ് വായിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഞാൻ കുറച്ച് പപ്പടവും തോരനിൽ നിന്നും എടുത്തു, അതുപോലെ ചമ്മന്തി മീനിൽ നിന്നും കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി അമ്മൂനും കുറച്ച് കൊടുത്തു നോക്കാം. ഇതുപോലെ എല്ലാ കറികളും കൂട്ടിയിട്ട് അവൾക്കും കുറച്ച് കൊടുത്തു നോക്കട്ടെ. അങ്ങനെ അമ്മൂനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.